എല്ലാവർക്കും കിസ് മീഡിയയിലേക്ക് സ്വാഗതം. SPC പരീക്ഷയ്ക്ക് തയ്യാറെടുക്കുന്നവർക്കായി സഹായകരമായ ചോദ്യോത്തരങ്ങളാണ് ഞാൻ നിങ്ങൾക്കായി ഇന്ന് അവതരിപ്പിക്കുന്നത്. വീഡിയോയിലേക്ക് കടക്കും മുമ്പ് നിങ്ങൾ ഇതുവരെയും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ മറക്കാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുക. വീഡിയോ ഒന്ന് ലൈക്ക് ചെയ്യാനും മറക്കരുത്. SPC പദ്ധതിയുടെ ആദ്യ സംസ്ഥാന നോഡൽ ഓഫീസർ ആരായിരുന്നു? ഉത്തരം P. വിജയൻ IPS. 2025 ജ്ഞാനപീഠ പുരസ്കാരം ആർക്കാണ് ലഭിച്ചത്? ഉത്തരം വിനോദ് കുമാർ ശുക്ല. ഇന്ത്യയുടെ നിലവിലെ ഉപരാഷ്ട്രപതി ആരാണ്? ഉത്തരം ജഗദീപ് ധൻകർ. ലോക ജനസംഖ്യാ ദിനമായി ആചരിക്കുന്നത് എന്നാണ്? ഉത്തരം ജൂലൈ 11. ഇന്ത്യയുടെ നിലവിലെ രാഷ്ട്രപതി ആരാണ്? ഉത്തരം ദ്രൗപദി മുർമു. SPC കേഡറ്റുകൾ ബ്രേക്ക് ഓഫ് ചെയ്യുമ്പോൾ ഏത് ദിശയിലാണ് അഭിമുഖീകരിക്കേണ്ടത്? ഉത്തരം വലത്തേക്ക്. SPCയിലെ ജില്ലാതല നോഡൽ ഓഫീസർ ഏത് പദവിയാണ് വഹിക്കുന്നത്? ഉത്തരം DYSP. ദേശീയ ഊർജ സംരക്ഷണ ദിനം എന്നാണ്? ഉത്തരം ഡിസംബർ 14. ഇപ്പോഴത്തെ കേരള ഗവർണർ ആരാണ്? ഉത്തരം രാജേന്ദ്ര വിശ്വനാഥ് അർലേക്കർ. നിലവിലെ കേരള വിദ്യാഭ്യാസ മന്ത്രി ആരാണ്? ഉത്തരം V. ശിവൻകുട്ടി. കേരളത്തിലെ നിലവിലെ എക്സൈസ് കമ്മീഷണർ ആരാണ്? ഉത്തരം MR അജിത് കുമാർ. ഓസോൺ ദിനമായി ആചരിക്കുന്നത്? ഉത്തരം സെപ്റ്റംബർ 16. SPC പദ്ധതി കേരളത്തിൽ ഔദ്യോഗികമായി ആരംഭിച്ച വർഷം? ഉത്തരം 2010 ആഗസ്റ്റ് 2. ഫോൾ ഇൻ ആയി നിൽക്കുമ്പോൾ ഓപ്പൺ ഓർഡർ മാർച്ച് കമാൻഡിൽ മിഡിൽ റാങ്കിൻ്റെ പ്രവൃത്തി എന്ത്? ഉത്തരം പ്രവൃത്തിയില്ല. ഫോളിനായി നിൽക്കുന്ന പ്ലാറ്റൂണിന് മൂവ് ടു ദ റൈറ്റ് ഇൻ 3's റൈറ്റ് ടേൺ എന്ന കമാൻഡിൻ്റെ പ്രവൃത്തി എന്ത്? ഉത്തരം വലത്തേക്ക് തിരിഞ്ഞ് കാലുകൾ കൂട്ടിച്ചേർക്കുന്നു. ദേശീയ യുവജന ദിനം എന്നാണ്? ഉത്തരം ജനുവരി 12. SPC സ്കീമിന് കീഴിൽ ഒരു പ്ലാറ്റൂണിൽ അനുവദനീയമായ പരമാവധി എണ്ണം കേഡറ്റുകൾ? ഉത്തരം 22 പേർ. ദേശീയ തലത്തിൽ SPC പദ്ധതി ആരംഭിച്ചത് ആരാണ്? ഉത്തരം രാജ്നാഥ് സിംഗ്. SPCയുടെ ആപ്തവാക്യം എന്താണ്? ഉത്തരം We learn to serve. SPC പരേഡിൽ ക്വിക്ക് മാർച്ച് ചെയ്യുമ്പോൾ എത്ര ഇഞ്ച് അകലത്തിലാണ് കാൽപാദങ്ങൾ വെക്കേണ്ടത്? ഉത്തരം 24 ഇഞ്ച്. SPC പദ്ധതിയിൽ കേഡറ്റുകൾ യൂണിഫോമിനോടൊപ്പം ധരിക്കുന്ന തൊപ്പിയുടെ പേര്
എന്താണ്? ഉത്തരം ബീററ്റ് ക്യാപ്പ്. SPC പദ്ധതിയുടെ ഏറ്റവും ഉയർന്ന എക്സിക്യൂട്ടീവ് ഉദ്യോഗസ്ഥൻ ആര്? ഉത്തരം സ്റ്റേറ്റ് നോഡൽ ഓഫീസർ. കേരളത്തിലെ ഏത് സ്കൂളാണ് SPC പ്രോജക്റ്റിൻ്റെ കേരളത്തിലെ ആസ്ഥാനമായി പ്രവർത്തിക്കുന്നത്? ഉത്തരം തിരുവനന്തപുരം ജില്ലയിലെ ചാല ഗവൺമെൻറ് ഗേൾസ് ഹൈസ്കൂൾ. SPC ഗീതത്തിൻ്റെ രചയിതാവ്? ഉത്തരം K. ജയകുമാർ IAS. SPC കേഡറ്റ് അറ്റൻഷൻ പൊസിഷനിൽ നിൽക്കുമ്പോൾ കാൽപാദങ്ങൾക്കിടയിലെ കോണളവ് എത്രയായിരിക്കണം? ഉത്തരം 30 ഡിഗ്രി. SPCയുടെ പതാക പ്രതിനിധാനം ചെയ്യുന്നത് എന്തിനെയാണ്? ഉത്തരം നാഷണൽ ഇൻറ്റഗ്രിറ്റി ബേസ്ഡ് ഓൺ ഡിസിപ്ലിൻ ആൻഡ് ക്രിയേറ്റിവിറ്റി. ദേശീയ സമഗ്രത അടിസ്ഥാനമാക്കിയുള്ള അച്ചടക്കത്തിലും സർഗാത്മകതയിലും. SPC പതാകയുടെ നിറം എന്താണ്? ഉത്തരം നീല. നാഷണൽ കാഡറ്റ് ഡേ എന്നാണ്? ഉത്തരം ജനുവരി 17. കേരള പോലീസിൻ്റെ ആപ്തവാക്യം? ഉത്തരം മൃദുഭാവേ ദൃഢകൃത്യേ. SPC പദ്ധതിയിൽ സ്കൂൾ തലത്തിൽ പ്രവർത്തിക്കുന്ന പോലീസ് ഉദ്യോഗസ്ഥരെ വിളിക്കുന്ന പേര് എന്താണ്? ഉത്തരം ഡ്രിൽ ഇൻസ്ട്രക്ടർ. SPC പദ്ധതിയുടെ ചുമതലയുള്ള അധ്യാപകർക്ക് നൽകിയിരിക്കുന്ന ഔദ്യോഗിക നാമം എന്താണ്? ഉത്തരം CPO. SPC വെർച്വൽ ക്ലാസ്സിൽ ജ്യോതിശാസ്ത്രവുമായി ബന്ധപ്പെട്ട് അവതരിപ്പിച്ച പരമ്പരയുടെ പേര്? ഉത്തരം അകലങ്ങളിലെ പ്രപഞ്ചം. SPCയുടെ മൂല്യാധിഷ്ഠിത പാഠ്യപദ്ധതിയുടെ പേരെന്താണ്? ഉത്തരം ദൃശ്യപാഠം. SPCയുടെ കേരളത്തിലെ ആസ്ഥാനം എവിടെയാണ്? ഉത്തരം തിരുവനന്തപുരം. ഏത് കമ്പനിയുമായി സഹകരിച്ചാണ് SPC ഊർജ സംരക്ഷണ പദ്ധതി നടപ്പിലാക്കി വരുന്നത്? ഉത്തരം ഭാരത് പെട്രോളിയം കോർപ്പറേഷൻ. SPCയുടെ ദേശീയ ഗാനം ആരംഭിച്ചത് ആരാണ്? ഉത്തരം ബോളിവുഡ് ഗായകനായ ഷാൻ. SPC പ്രൊജക്റ്റിനെ സംസ്ഥാന തലത്തിലുള്ള റോഡ് സുരക്ഷയ്ക്കായുള്ള ബോധവൽക്കരണ പരിപാടിയിൽ ഉൾപ്പെടുത്തിയത് ഏത് അതോറിറ്റിയാണ്? ഉത്തരം കേരള റോഡ് സേഫ്റ്റി അതോറിറ്റി. കേരള പോലീസിൽ ശുഭയാത്ര പദ്ധതിയുടെ ഭാഗ്യചിഹ്നം? ഉത്തരം പപ്പു. വിദ്യാഭ്യാസ വകുപ്പിനോടൊപ്പം SPC പദ്ധതിക്ക് നേതൃത്വം നൽകുന്ന പ്രധാന വകുപ്പ് ഏതാണ്? ഉത്തരം ആഭ്യന്തര വകുപ്പ്. SPCയുടെ ഒരു പദ്ധതിയാണ് ചിരി. ചിരിയുടെ ഹെൽപ്പ് ലൈൻ നമ്പർ ഏതാണ്? ഉത്തരം 94 97 90 02 00. SPC ജില്ലാതല ഉപദേശക സമിതിയുടെ രക്ഷാധികാരി ആരാണ്? ഉത്തരം ജില്ലാ കളക്ടർ.